ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ജോലി അവസരം വന്നിട്ടുണ്ട്. തുടക്ക ശമ്പളം തന്നെ 20,000 രൂപയാണ്. ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജോലി അവസരം 20,000 രൂപ ശമ്പളം വാങ്ങാം. അപേക്ഷ ഏപ്രിൽ 2 വരെ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ അക്കൗണ്ടന്റ് റിക്രൂട്ട്മെന്റ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക റിക്രൂട്ട്മെന്റ് ആണ് നടക്കുക. താൽപ്പര്യമുള്ളവർ ഏപ്രിൽ 2 മുമ്പായി ഓൺലൈൻ അപേക്ഷ നൽകണം. കേരള സർക്കാർ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേനയാണ് നിയമനം നടക്കുക. ജോബിൻ്റെ പോസ്റ്റ് ആൻഡ് വേക്കൻസീസിലേക്ക് പോകാം. കേരള സർക്കാർ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ DTPCയിൽ അക്കൗണ്ടന്റ് ആകെ ഒഴിവുകളുള്ളത് 1 മാത്രമാണ്. ജോബ് ലൊക്കേഷനായിട്ട് വരുന്നത് കൊല്ലം, കേരളത്താണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്നത് ഏപ്രിൽ 2 ആണ്. ഇതിലുള്ള ശമ്പളം എന്നാൽ തിരഞ്ഞെടുക്കുന്നവർക്ക് 20,000 രൂപ പ്രതിമാസം ശമ്പളമായി ലഭിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി 45 വയസ്സ് വരെയുള്ളവർക്കാണ്. 45 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട യോഗ്യത അംഗീകൃത സർവകലാശാലയുടെ കീഴിൽ MCOM ബിരുദം നേടിയിരിക്കണം. അക്കൗണ്ടന്റ് മേഖലയിൽ കുറഞ്ഞത് 7 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇതിലേക്ക് എങ്ങനെ അപേക്ഷ അയക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് താല്പര്യമുള്ളവർ കേരള സർക്കാർ CMD സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകുക. ഇതിലേക്ക് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് ഇതിൽ എഴുത്ത് പരീക്ഷ, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ്, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നടത്തി റിക്രൂട്ട്മെൻറ്റ് പൂർത്തിയാക്കാൻ CMDക്ക് എല്ലാ അവകാശവും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് നടത്തിയിട്ടായിരിക്കും നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഒരാൾ മാത്രം അപ്ലൈ ചെയ്തെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യും. പക്ഷേ കുറേ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ടായിരിക്കും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അപേക്ഷകൾ CMD വെബ്സൈറ്റ് സന്ദർശിച്ച് നിശ്ചിത മാതൃകയിൽ പൂർത്തിയാക്കുക. അവിടെ മാതൃക ഉണ്ടാകും, അതനുസരിച്ച് പൂർത്തിയാക്കുക. ഏപ്രിൽ 2 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ. അതിനുശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിലും ഉള്ളത്. നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റ് വായിച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിൽ ആരെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ അവർക്ക് ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. താങ്ക് യു. ഇതുപോലെയാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത്. നെയിം, പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്, ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനെ എല്ലാം ഫിൽ ചെയ്ത് കൊടുത്തിട്ടാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത്.